എജ്യുകെസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 31/12/2025 നടത്തിയ ഡെപ്യൂട്ടി സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ് ട്രെയിനി പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 176/2025. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം: ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വീശുന്ന കാറ്റുകളെ പരിഗണിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 1, 2, 3 മാത്രം ശരിയാണ്. സിറോക്കോ എന്നത് സഹാറ മരുഭൂമിയിൽ നിന്ന് കിഴക്കോട്ട് വീശുന്ന മെഡിറ്ററേനിയൻ കടൽ കടന്ന് വീശുന്ന ഒരു ചൂടുള്ള ഈർപ്പം നിറഞ്ഞ കാറ്റാണ്. ബോറ എന്നത് ഹംഗറിയിൽ നിന്ന് ഇറ്റലിയുടെ വടക്ക് ഭാഗത്തേക്ക് വീശുന്ന ഒരു തണുത്തതും വരണ്ടതുമായ കാറ്റാണ്. ആൻഡീസ് പർവ്വതനിരകളുടെ പടിഞ്ഞാറൻ ചെരുവുകളിൽ വീശുന്ന തണുത്തതും വരണ്ടതുമായ കാറ്റാണ് പൂനാക്കാറ്റ്. സഹാറ മരുഭൂമിയിൽ നിന്ന് ഫ്രാൻസിലേക്കല്ല, പശ്ചിമാഫ്രിക്കയിലെ ഗിനിയ ഉൾക്കടലിലേക്ക് വീശുന്ന ചൂടുള്ളതും വരണ്ടതും പൊടി നിറഞ്ഞതുമായ ഒരു വ്യാപാരക്കാറ്റാണ് ഹർമാറ്റൻ. കേരളത്തിലെ നദികളെയും കായലിനെയും പരിശോധിക്കുമ്പോൾ ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? കേരളത്തിലെ 44 നദികളിൽ 41 നദികൾ കിഴക്കൻ ഭാഗത്തേക്ക് ഒഴുകുമ്പോൾ 3 നദികൾ പടിഞ്ഞാറൻ തീരത്തേക്ക് ഒഴുകുന്നു. ദേശീയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കേരളത്തിൽ 4 ഇടത്തരം നദികളുണ്ട്: ചാലിയാർ, പെരിയാർ, പമ്പ, ഭാരതപ്പുഴ. ചാലിയാർ നദിയുടെ പ്രധാന പോഷക നദികൾ ഇരിങ്ങപ്പുഴ, ചെറുപുഴ, കുറുമ്പൻപുഴ എന്നിവയാണ്. 2002 നവംബറിൽ വേമ്പനാട് തടാകത്തെ റാംസാർ സൈറ്റായി അംഗീകരിച്ചു. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. 44 നദികൾ, 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ആഴത്തിലുള്ള ബഹിരാകാശ പര്യവേഷണത്തിനായി ഒരു അത്യാധുനിക ദൂരദർശിനി സൃഷ്ടിക്കുന്നതിനായി ഇന്ത്യ, USA, ചൈന, കാനഡ, ജപ്പാൻ എന്നിവ തമ്മിലുള്ള ആഗോള സഹകരണമാണ് 30 മീറ്റർ ടെലിസ്കോപ്പ്. സൂര്യൻ്റെ കൊറോണയെയും സൗരയൂഥത്തിൽ അതിൻ്റെ സ്വാധീനത്തെയും കുറിച്ച് പഠിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത സൗര നിരീക്ഷണാലയമാണ് ആദിത്യ L1. സ്ലിം, ചന്ദ്രനെ അന്വേഷിക്കുന്നതിനുള്ള സ്മാർട്ട് ലാൻഡർ. ചന്ദ്ര ധ്രുവ പ്രദേശങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനുള്ള ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഒരു സഹകരണ ദൗത്യമാണ് നിസാർ. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ദൗത്യം ഒരു ഡ്യുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിനുള്ള നാസയും ഇസ്രോയും തമ്മിലുള്ള ഒരു സംയുക്ത പദ്ധതിയാണ്. ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ സി മാത്രമാണ് തെറ്റായ പ്രസ്താവന. സ്ലിം എന്നത് ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയായ ജാക്സയുടെ ദൗത്യമാണ്. ISROയും ജാക്സയും ചേർന്ന് നടത്തുന്ന ചാന്ദ്ര ദൗത്യത്തിൻ്റെ പേര് ലൂപ്പെക്സ്, ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്നാണ്. അടുത്ത ചോദ്യം: എൻജിൻസ് ഓഫ് ചേഞ്ച്, ദി റെയിൽ റോഡ്സ് ദാറ്റ് മേഡ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ സി, ഇയാൻ ജെ കെർ. എൽ നിനോയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ, 1ഉം 2ഉം മാത്രം. മധ്യകിഴക്കൻ ഉഷ്ണമേഖല പസഫിക് സമുദ്രത്തിലെ സമുദ്രോപരിതല താപനില ഇടയ്ക്കിടെ ചൂടാകുന്നതിലൂടെ കാണപ്പെടുന്നൊരു കാലാവസ്ഥാ രീതി. എൽ നിനോ സംഭവങ്ങൾ ഏകദേശം 2 മുതൽ 7 വർഷം കൂടുമ്പോൾ ക്രമരഹിതമായി സംഭവിക്കുന്നു. ഇന്ത്യയിലെ പെനിൻസുലാർ പീഠഭൂമികളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി, 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൗതിക യൂണിറ്റാണ് പെനിൻസുലാർ പീഠഭൂമികൾ. നദീതടങ്ങളും താഴ്വരകളും ഇടകലർന്ന നിരവധി ചെറിയ പീഠഭൂമികളും കുന്നിൻ പ്രദേശങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. പീഠഭൂമിയുടെ പൊതുവായ ചെരിവ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്കിനെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി, 1, 2, 3 എല്ലാം. സൈലന്റ് വാലി നാഷണൽ പാർക്ക് നീലഗിരി ബയോസ്ഫിയർ റിസർവിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കേരളത്തിലെ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്നു. സിംഹവാലൻ കുരങ്ങ്, നീലഗിരി താർ തുടങ്ങിയ അപൂർവ ഇനങ്ങളുടെ ആവാസ കേന്ദ്രം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി, ചെനാബ്. പരിസ്ഥിതി
സുസ്ഥിരതയോടെ ഇന്ത്യ 10% വളർച്ചാ നിരക്ക് കൈവരിക്കാൻ ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ തത്വശാസ്ത്രമാണ് പുനഃപരിശോധിച്ച് പൊരുത്തപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യം? ഓപ്ഷൻ ഡി. 11ാം പദ്ധതിയുടെ സമഗ്രവും സുസ്ഥിരവുമായ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇന്ത്യ പോലുള്ള ഒരു വികസ്വര രാജ്യം തദ്ദേശീയ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം കൂടുതൽ വിദേശ നേരിട്ടുള്ള നിക്ഷേപം FDI ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 1991 ശേഷമുള്ള ഏത് നയതന്ത്രമാണ് മികച്ച ബാലൻസ് നൽകുന്നത്? ഓപ്ഷൻ ബി. വ്യക്തമായ FDI പരിധികളും പ്രകടനാവശ്യകതകളും ഉള്ള സെലക്റ്റീവ് ഉദാരവൽക്കരണം. താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിൻ്റെ പ്രവർത്തനം അല്ലാത്തത്? ഒരു തിങ്ക് ടാങ്കായി പ്രവർത്തിക്കുകയും തന്ത്രപരവും സാങ്കേതികവുമായ ഉപദേശം നൽകുകയും ചെയ്യുക, മികച്ച കേന്ദ്ര സംസ്ഥാന ഏകോപനത്തിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തുക, പരിപാടികൾ നടപ്പിലാക്കുന്നതിനായി മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും ഫണ്ട് അനുവദിക്കുക, സർക്കാർ പരിപാടികളുടെ നടത്തിപ്പ് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. നീതി ആയോഗിൻ്റെ പ്രവർത്തനം അല്ലാത്തത് ഓപ്ഷൻ സി ആണ്. ചരിത്രത്തിലാദ്യമായി 2025 ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിലെ മികച്ച 100 രാജ്യങ്ങളിൽ ഇന്ത്യ 99ാം റാങ്കിൽ ഇടം നേടി. ഇന്ത്യയുടെ വികസനത്തെ മികച്ച 100 സ്ഥാനങ്ങളിലേക്ക് നയിച്ചതിന് ഏത് സുസ്ഥിര വികസന മേഖലകളാണ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ സി. ആരോഗ്യം, ശുദ്ധമായ ഊർജം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭവന നിർമ്മാണം. ദുരന്ത നിവാരണ സ്ഥാപനത്തിന് കീഴിലുള്ള സംസ്ഥാന ദുരിതാശ്വാസ കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ ബി. അഡീഷണൽ ചീഫ് സെക്രട്ടറി, ദുരന്ത നിവാരണം. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് പ്രാഥമികമായി ഉത്തരവാദിത്തമുള്ള ഭരണഘടനാ ഭേദഗതികൾ ഏതാണ്? ഓപ്ഷൻ സി. 73ഉം 74ഉം ഭേദഗതികൾ. ഏറ്റവും മികച്ച പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ എങ്ങനെ ഫലപ്രദമാക്കാം എന്ന ചോദ്യം പരിഗണിക്കാൻ ഏത് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടോ? ഓപ്ഷൻ എ. ഗാഡ്ഗിൽ കമ്മിറ്റി. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി പരിശീലനവും ശേഷി വർദ്ധിപ്പിക്കലും നടത്തുന്ന സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ ഡി. കില. കേരളത്തിൻ്റെ ആസൂത്രണ ഭരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്ലാൻ സ്പേസ് സംവിധാനം എന്താണ്? ഓപ്ഷൻ സി. പദ്ധതി നിർവഹണം നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സംയോജിത MIS. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്ന ഏത് മുൻനിര സാമൂഹിക വികസന പദ്ധതിയാണ് കേരളത്തിൽ പരിവർത്തനത്തിൻ്റെ ഉത്തേജകമായി എടുത്തു കാണിക്കുന്നത്? ഓപ്ഷൻ ബി. അതിരുകടന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി EPEP. ആരോഗ്യരംഗത്തെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉയർന്ന പ്രകടനം കൈവരിക്കുന്നതിന് കേരളത്തെ സമ്പന്നമാക്കുന്നതിൽ ഏത് സംരംഭമാണ് കേന്ദ്ര പങ്കുവഹിച്ചത്? ഓപ്ഷൻ ബി. കുടുംബശ്രീ നയിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവൈലൻസ്. ജലഭക്ഷ്യ ശൃംഖലകളിൽ ഏറ്റവും ശക്തമായി ബയോമാഗ്നിഫിക്കേഷൻ കാണിക്കുന്ന ഘനലോഹങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി. മെർക്കുറി, മീഥൈൽ മെർക്കുറി. ഡയബറ്റിസ് മെലിറ്റസിൻ്റെ വളർച്ചയിലെ ആദ്യകാല അസാധാരണത്വം സാധാരണയായി ഇവയാണ്. ഓപ്ഷൻ സി. പേശികളിലും കരളിലും ഇൻസുലിൻ പ്രതിരോധം. സെറിബ്രൽ മലേറിയയ്ക്ക് കാരണമാകുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാരത്തിൻ്റെ ഏത് ഘട്ടമാണ്? ഓപ്ഷൻ ഡി. സ്വിക്കസ്റ്റേഡ്, പക്വതയുള്ള ട്രോഫോസോയിറ്റുകളും സ്കീസോണ്ടുകളും. ഒരു രോഗിക്ക് പെരിഫറൽ ന്യൂറോപ്പതി, ഗ്ലോസിറ്റിസ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്നിവ അനുഭവപ്പെടുന്നു. ലാബ് പരിശോധനകളിൽ ഉയർന്ന ഹോമോസിസ്റ്റീൻ എന്നാൽ സാധാരണ മെഥൈൽ മലോണിക് ആസിഡ് കാണിക്കുന്നു. ഏത് പോഷകക്കുറവാണ് ഏറ്റവും സാധ്യത? ഓപ്ഷൻ ബി. ഫോളേറ്റ്. മനുഷ്യ രക്തചംക്രമണത്തിൽ ഏറ്റവും കുറഞ്ഞ ആയുസ്സുള്ള കോശങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി. ന്യൂട്രോഫിൽസ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഭൂമധ്യരേഖയിൽ 2025 പൊട്ടിപ്പുറപ്പെട്ടത് തുടക്കത്തിൽ ദുരൂഹമായിരുന്നു. പൊട്ടിപ്പുറപ്പെടലിൻ്റെ പ്രധാന കാരണമായി ഒടുവിൽ സ്ഥിരീകരിച്ച രോഗം ഏതാണ്? ഓപ്ഷൻ സി. മലേറിയ. അടുത്തതായി മാത്സ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. 26 ഓപ്ഷൻ ബി 1025, 27 ഓപ്ഷൻ സി 25, 28 ഓപ്ഷൻ ബി 11/10,
29. ഓപ്ഷൻ എ 3:5. 30. ഓപ്ഷൻ ഡി 25. 31. ഓപ്ഷൻ ബി 32. ഓപ്ഷൻ ഡി XKGX. 33. ഓപ്ഷൻ ഡി അളിയൻ. 34. ഓപ്ഷൻ എ തിങ്കളാഴ്ച. 35. ഓപ്ഷൻ സി തെക്ക്. അടുത്ത ചോദ്യം, ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻ സി 1 3 മാത്രം ശരിയാണ്. Z എന്ന ബുദ്ധിമാന്ദ്യമുള്ള ഒരു വ്യക്തി എയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ എക്ക് Z സുബോധമുള്ളവനാണെങ്കിൽ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അതേ അവകാശമുണ്ട്. പൊതു അധികാരികളുടെ സംരക്ഷണം തേടാൻ സമയമുള്ള സന്ദർഭങ്ങളിൽ സ്വകാര്യ പ്രതിരോധത്തിന് അവകാശം ഇല്ല. BNSSന്റെ ഏത് വ്യവസ്ഥയാണ് വാറണ്ട് ഇല്ലാതെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വ്യവസ്ഥകൾ വിശദീകരിക്കുന്നത്? ഓപ്ഷൻ ഡി സെക്ഷൻ 35. ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ ഏത് വ്യവസ്ഥയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതത്തിൻ്റെ സാധുതയ്ക്കുള്ള വ്യവസ്ഥ വിവരിക്കുന്നത്? ഓപ്ഷൻ എ സെക്ഷൻ 23. ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻ എ 1 4 മാത്രം ശരിയാണ്. BNSലെ സെക്ഷൻ 111 സംഘടിത കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ്. BNSലെ സെക്ഷൻ 129 ക്രിമിനൽ ബലപ്രയോഗം നിർവചിച്ചിരിക്കുന്നു. ഒരു കോഗ്നിസിബിൾ കുറ്റകൃത്യം ചെയ്യുന്നത് തടയാൻ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ BNSലെ ഏത് വ്യവസ്ഥയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്നത്? ഓപ്ഷൻ ബി സെക്ഷൻ 170. BNSലെ ലൈംഗിക പീഡന കുറ്റകൃത്യത്തെ താഴെ പറയുന്നവയിൽ ഏതാണ് നിർവചിക്കുന്നത്? ഓപ്ഷൻ എ സെക്ഷൻ 75. ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻ എ 2 3 മാത്രം ശരിയാണ്. ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ ഒരാളെ വാറണ്ടില്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ജാമ്യത്തിൽ വിടാൻ അർഹതയുണ്ടെന്നും അയാൾക്ക് വേണ്ടി ജാമ്യക്കാരെ ഏർപ്പാട് ചെയ്യാമെന്നും അറിയിക്കണം. സിവിൽ ബലപ്രയോഗം ഉപയോഗിച്ച് സംഘം ചേരുന്നതിനുള്ള വ്യവസ്ഥകൾ BNSSലെ സെക്ഷൻ 148 വിശദീകരിക്കുന്നു. ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1 3 മാത്രം ശരിയാണ്. ചോദ്യം എ ഒരു പ്രത്യേക വിഷം കഴിച്ചോ എന്നാണ്. ആ വിഷം കഴിച്ച മറ്റ് വ്യക്തികൾ ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു എന്ന വസ്തുത വിദഗ്ധർ ആ വിഷയത്തിൻ്റെ ലക്ഷണങ്ങളിലാണെന്ന് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നത് പ്രസക്തമാണ്. എയുടെ മരണം വിഷം മൂലമാണോ എന്നതാണ് ചോദ്യം. എ മരിച്ചതായി കരുതപ്പെടുന്ന വിഷം മൂലമുണ്ടാകുന്ന ലക്ഷണങ്ങളെക്കുറിച്ചുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ പ്രസക്തമാണ്. കേസിൻ്റെ വസ്തുതകളും സാഹചര്യങ്ങളും പരിചയമുള്ള ഏതൊരു വ്യക്തിയെയും വാമൊഴിയായി പരിശോധിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന BNSSന്റെ ഏത് വ്യവസ്ഥയാണ്? ഓപ്ഷൻ സി സെക്ഷൻ 150. മരണകാരണത്തെക്കുറിച്ച് മജിസ്ട്രേറ്റ് അന്വേഷണം നടത്തുന്നതിനുള്ള നടപടിക്രമം താഴെ പറയുന്നവയിൽ ഏതാണ് നൽകുന്നത്? ഓപ്ഷൻ എ BNSSലെ സെക്ഷൻ 196. ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻ സി 1 2 മാത്രം ശരിയാണ്. ഒരു കാരിക്കേച്ചർ ഒരു രേഖയാണ്. ഏതൊരു വ്യക്തിയും ബോധവാന്മാരായിരിക്കുമ്പോൾ ഏതൊരു മാനസികാവസ്ഥയും വസ്തുതയായി കണക്കാക്കപ്പെടുന്നു. BNS പ്രകാരം കൊലപാതകത്തിൽ നിന്ന് കുറ്റകരമായ കൊലപാതകത്തെ വേർതിരിക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി സെക്ഷൻ 101. ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ ഏത് വ്യവസ്ഥയാണ് മരിച്ച വ്യക്തികൾ നടത്തുന്ന പ്രസ്താവനകളുടെ പ്രസക്തി കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ ബി സെക്ഷൻ 26. മനുഷ്യക്കടത്ത് കുറ്റകൃത്യം ഇനി പറയുന്ന പ്രകാരം നിർവചിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി BNSലെ സെക്ഷൻ 143. ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ ഏത് വ്യവസ്ഥയാണ് തെളിവ് എന്നതിനെ നിർവചിക്കുന്നത്? ഓപ്ഷൻ ബി സെക്ഷൻ 2E. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം എന്ന് നിർവചിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? അഭിപ്രായങ്ങൾ, ഉപദേശങ്ങൾ, സാമ്പിളുകൾ, മോഡലുകൾ. ഓപ്ഷൻ ഡി
1, 2, 3, 4 എല്ലാം. താഴെ പറയുന്നവയിൽ ഏതാണ് 2005 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 1A ശരിയായ പതിപ്പ് എന്താണ്? ഓപ്ഷൻ ബി. ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സംസ്ഥാനത്തിൻ്റെ സുരക്ഷാ തന്ത്രപരമായ ശാസ്ത്രീയ അല്ലെങ്കിൽ സാമ്പത്തിക താൽപ്പര്യങ്ങളെയും വിദേശ രാഷ്ട്രവുമായുള്ള ബന്ധത്തെയും അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തൽ. സെക്ഷൻ 11(1) പ്രകാരം ഏതെങ്കിലും മൂന്നാം കക്ഷിക്ക് രേഖാമൂലമുള്ള നോട്ടീസ് നൽകാൻ കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് എത്ര സമയം നൽകിയിട്ടുണ്ട്? ഓപ്ഷൻ എ 5 ദിവസം. ഇന്ത്യൻ ഭരണഘടനയുടെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി 1, 2, 3 എല്ലാം. ഒരു വിദേശ സംസ്ഥാനത്തിൽ നിന്നും ഒരു ഇന്ത്യൻ പൗരനും ഒരു പദവിയും സ്വീകരിക്കാൻ പാടില്ല. സംസ്ഥാനം നൽകുന്ന ഒരു പദവിയിൽ ഒരു സൈനിക പദവിയുടെ സ്വഭാവത്തിൽ വിലക്കില്ല. സൈനികമോ അക്കാദമിക് പദവിയോ അല്ലാത്തൊരു പദവിയും സംസ്ഥാനം നൽകുന്നതല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗം നൽകുന്ന അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പരിഹാരങ്ങളുടെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി അതിൻ്റെ റിട്ട് അധികാരപരിധിയിൽ വിനിയോഗിക്കാവുന്ന എല്ലാ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരങ്ങളും അതിൻ്റെ അധികാരപരിധിയുടെ പ്രാദേശിക പരിധിക്കുള്ളിൽ പ്രയോഗിക്കാൻ പാർലമെൻറ്റിന് നിയമം വഴി മറ്റേതൊരു കോടതിയെയും അധികാരപ്പെടുത്താം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് ഇതിനായി വ്യവസ്ഥ ചെയ്യുന്നത്? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 32(3). രാഷ്ട്രം നിരന്തരം ഉയർന്ന തലത്തിലുള്ള പരിശ്രമത്തിലേക്കും നേട്ടത്തിലേക്കും ഉയരുന്നതിന് വ്യക്തിഗതവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളിലും മികവ് പുലർത്താൻ പരിശ്രമിക്കേണ്ടത് പൗരൻ്റെ കടമയാണെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥ അനുശാസിക്കുന്നു? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 51(a)(j). ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് ഒരു പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തിന് ഏതെങ്കിലും സർക്കാർ കരാറിൽ നിന്ന് പ്രയോജനം നേടുന്ന ഒരു സംയോജിത കമ്പനിയുടെ ലാഭത്തിൽ അത്തരം പ്രവൃത്തിയെ മോശം പെരുമാറ്റമായി കണക്കാക്കാതെ തന്നെ പങ്കെടുക്കാൻ അനുവദിക്കുന്നത്? ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 317(4). ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തൻ്റെ പദവിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ്റിന് കീഴിലോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലോ കൂടുതൽ പദവികൾക്ക് അർഹതയുള്ളവനായിരിക്കില്ലെന്ന് അനുശാസിക്കുന്നത്? ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 148(4). ദേശീയ പട്ടികജാതി കമ്മീഷന്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കമ്മീഷന്റെ കടമ. ഓപ്ഷൻ ഡി 1, 2, 3 എല്ലാം. ഭരണഘടനാ പ്രകാരം പട്ടികജാതിക്കാർക്ക് നൽകിയിട്ടുള്ള സുരക്ഷാ മാർഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. അത്തരം സംരക്ഷണ മാർഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുക. നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിന് കീഴിലോ സർക്കാരിൻ്റെ ഏതെങ്കിലും ഉത്തരവിന് കീഴിലോ പട്ടികജാതിക്കാർക്ക് നൽകിയിട്ടുള്ള സംരക്ഷണ മാർഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. അത്തരം സംരക്ഷണ മാർഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുക. പട്ടികജാതിക്കാരുടെ അവകാശങ്ങളും സംരക്ഷണ മാർഗങ്ങളും നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക പരാതികൾ അന്വേഷിക്കുക. താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിനായി ഒരു സംസ്ഥാന ഗവർണർ ഒരു ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കേണ്ടത്? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 243(i). വിവരസാങ്കേതിക നിയമത്തിലെ സെക്ഷൻ 43(a) പ്രകാരം ഒരു കോർപ്പറേറ്റ് ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥനാണ്? ഓപ്ഷൻ ബി ന്യായമായ സുരക്ഷാ രീതികളും നടപടിക്രമങ്ങളും പാലിക്കുന്നതിൽ പരാജയപ്പെടുകയും അതുവഴി ഏതെങ്കിലും വ്യക്തിക്ക് തെറ്റായ നഷ്ടമോ ലാഭമോ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66(b) പ്രകാരം ഒരു വ്യക്തി ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ശിക്ഷിക്കപ്പെടും? ഓപ്ഷൻ സി മോഷ്ടിക്കപ്പെട്ടതായി അറിഞ്ഞോ വിശ്വസിക്കാൻ കാരണമുണ്ടായോ മോഷ്ടിക്കപ്പെട്ട ഏതെങ്കിലും കമ്പ്യൂട്ടർ ഉറവിടമോ ആശയവിനിമയ ഉപകരണമോ സത്യസന്ധത ഇല്ലാതെ സ്വീകരിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുക. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 67(b) പ്രകാരം കുട്ടികളെ ലൈംഗികമായി പ്രകടമാക്കുന്ന പ്രവൃത്തികൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്തതിന് ആദ്യമായി ചെയ്യുന്ന കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻ ബി 5 വർഷം വരെ തടവും 10 ലക്ഷം വരെ പിഴയും. സൈബർ കുറ്റകൃത്യ അന്വേഷണങ്ങളിൽ ഉപയോഗിക്കുന്ന IPDRന്റെ പൂർണ്ണരൂപം എന്താണ്? ഓപ്ഷൻ സി ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ റിപ്പോർട്ട്.
സൈബർ അന്വേഷണത്തിൽ തത്സമയ ഫോറൻസിക്കിൻ്റെ ഉദ്ദേശത്തെ ഇനി പറയുന്നവയിൽ ഏതാണ് നന്നായി വിവരിക്കുന്നത്? ഓപ്ഷൻ സി, പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് അത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് അസ്ഥിരമായ ഡാറ്റ ശേഖരിക്കാൻ. ഒരു സ്റ്റാറ്റിക് IP വിലാസത്തെ ഇങ്ങനെയാണ് ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ഓപ്ഷൻ ഡി, സ്ഥിരമായി നിലനിൽക്കുന്നതും സ്വമേധയാ കോൺഫിഗർ ചെയ്തതുമായ ഒരു IP. DOS ആക്രമണങ്ങൾ വികസിപ്പിക്കുക. ഓപ്ഷൻ എ, ഡിനയൽ ഓഫ് സർവീസ്. ഒരു സ്ത്രീ ഇൻ്റർനെറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയം ഉപയോഗിക്കുന്നത് നിരീക്ഷിക്കുന്ന ഏതൊരു പുരുഷനും ഡാഷ് എന്ന കുറ്റകൃത്യം ചെയ്യുന്നു. ഓപ്ഷൻ ബി, സൈബർ പിന്തുടരൽ. CSIRT വികസിപ്പിക്കുക. ഓപ്ഷൻ എ, കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഇൻസിഡൻറ്റ് റെസ്പോൺസ് ടീം. ഇനി പറയുന്നവയിൽ ഏതാണ് ഡിജിറ്റൽ ഫോറൻസിക്സിൻ്റെ ശാഖകൾ? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ഡിസ്ക് ഫോറൻസിക്, പ്രിൻ്റർ ഫോറൻസിക്സ്, നെറ്റ്വർക്ക് ഫോറൻസിക്സ് എല്ലാം. വ്യക്തിപരമായ വളർച്ചയ്ക്കും സ്വയം യാഥാർത്ഥ്യമാക്കലിനും ഊന്നൽ നൽകുന്ന മനഃശാസ്ത്ര സമീപനം ഏതാണ്? ഓപ്ഷൻ സി, ഹ്യൂമാനിസ്റ്റിക്. ചില ഉത്തേജകങ്ങളിൽ തിരഞ്ഞെടുത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രക്രിയയെ വിളിക്കുന്നു. ഓപ്ഷൻ ബി, ശ്രദ്ധ. ഗസ്റ്റാൾട്ട് സൈക്കോളജിയെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി, ഗസ്റ്റാൾട്ട് സൈക്കോളജി അതിൻ്റെ ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ വലുതാണെന്ന് വിശ്വസിക്കുന്നു. മുൻവിധിയെയും വിവേചനത്തെയും കുറിച്ചുള്ള ഏത് പ്രസ്താവന ശരിയാണ്? ഓപ്ഷൻ സി, മുൻവിധി എന്നാൽ മനോഭാവം, വിവേചനം എന്നാൽ പെരുമാറ്റം. എറിക്സണിൻ്റെ അഭിപ്രായത്തിൽ കൗമാരകാലത്തെ പ്രാഥമിക മാനസിക സാമൂഹിക സംഘർഷം ഇവയാണ്. ഓപ്ഷൻ ഡി, ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ, ആശയക്കുഴപ്പം. മനഃശാസ്ത്രത്തിൽ മോഡലിങ്ങിനെ ഏറ്റവും നന്നായി ഉദാഹരണമാക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, അനുകരണത്തിലൂടെയുള്ള പഠനം. സാംസ്കാരിക അഭാവം ഏത് മാനസിക മേഖലയെയാണ് ഏറ്റവും ശക്തമായി ബാധിക്കുന്നത്? ഓപ്ഷൻ എ, വൈജ്ഞാനിക വികസനം. ഇൻ്റർഗ്രൂപ്പ് സംഘർഷത്തെക്കുറിച്ചുള്ള ഏത് പ്രസ്താവനയാണ് ശരി? ഓപ്ഷൻ ബി, ഇത് സാധാരണയായി മത്സരത്തിൽ നിന്നും മനസ്സിലാക്കിയ അസമത്വങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. മനഃശാസ്ത്രപരമായ ആശയത്തെ അതിൻ്റെ ശരിയായ വിവരണവുമായി പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ ബി, 1B, 2C, 3D, 4A. ശ്രദ്ധ, വരുന്ന വിവരങ്ങൾ ക്രമീകരിക്കൽ. ഓർമ്മ, വിവരങ്ങൾ നിലനിർത്തലും വീണ്ടെടുക്കലും. ബുദ്ധി, പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടൽ. വികാരം, വികാരങ്ങൾ അനുഭവിക്കൽ. സൈദ്ധാന്തികനെ അവരുടെ സംഭാവനയുമായി പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ ഡി, 1C, 2A, 3B, 4D. എറിക്സൺ, മാനസിക സാമൂഹിക ഘട്ടങ്ങൾ വികസനം. ആൽബർട്ട് ബന്ദുറ, നിരീക്ഷണ പഠനം. ലോറൻസ് കോൾബർഗ്, ധാർമ്മികതയുടെ ഘട്ടങ്ങൾ വികസനം. ഹാൻസ് സെലി, പൊതുവായ അഡാപ്റ്റേഷൻ സിൻഡ്രോം, സമ്മർദ്ദം. അടുത്തതായി ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. സ്പോട്ട് ദ എറർ ഇൻ ദ section in the italics and choose the correct option. Can you give me some informations on the users of lasers? Option A, information. Choose the most correct option. I enjoyed the dash part of the movie more than the dash. Option D, later, former. Choose the correct question tag to complete the sentence. I hope he calls soon, dash. Option B, won't he? Which of the following sentences correctly uses the correlative conjunction either or? Option B, you can either take the bus or walk. Identify the correct sentence with the proper use of preposition. Option C, she insisted on helping him. Mortgage is related to. Option D,
financial transactions. Choose the correct meaning of the phrasal verb in italics. I ran into Ajit and his family at the mall yesterday. Option C, met unexpectedly. Choose the correct synonym of the word in italics. My grandfather used to give me very sagacious advice when I was growing up. Option B, wise. Choose the most suitable one-word substitute for the phrase in italics. The passage given above is a piece of writing about the writer's journeys to different places. Option D, travelogue. Choose the correct idiom to complete the sentence. The new water treatment plant is a dash between in the inhabitants of the town and the authorities. Option B, bone of contention. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം. ആഗമസന്ധിക്ക് ഉദാഹരണങ്ങളായ പദങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി, 1, 3 എന്നിവ. ഓടിയെത്തിയ, ചിരിയടക്കാൻ. നൽകിയിരിക്കുന്ന പദങ്ങളിൽ മൊഴി കൊടുക്കുക എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ഓപ്ഷൻ എ, കൈപ്പീത്ത് കൊടുക്കുക. ശരിയായ പദങ്ങളുടെ ശ്രേണി കണ്ടെത്തുക. ഓപ്ഷൻ എ, ശ്രേഷ്ഠം, മത്തേഭം, സ്വച്ഛം, ധാർഷ്ട്യം. വൂഡ്സ് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം വരുന്ന പദനിര ഏതാണ്? ഓപ്ഷൻ ബി, വനം, കാനനം, കാട്, വിപിനം. നൽകിയിരിക്കുന്ന പദശ്രേണിയിൽ അല്ലൽ എന്ന അർത്ഥം വരുന്നത് ഏത്? ഓപ്ഷൻ ഡി, ദുഃഖം, സങ്കടം, ശോകം. ദ്വേധ നാരായണീയം എന്ന ചൊല്ലിൽ പരാമർശിക്കപ്പെടുന്ന 2 നാരായണന്മാർ ആരൊക്കെയാണെന്ന് താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, ഗുരുവായൂരപ്പൻ. ദഹനൻ എന്ന വാക്കിൻ്റെ പര്യായങ്ങളായി വരുന്ന പദങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി, 1, 2 എന്നിവ. അഗ്നി, തീ. നരഭുക്ക് എന്ന വാക്കിൻ്റെ വിഗ്രഹം. ഓപ്ഷൻ ബി, നരനെ ഭുജിക്കുന്നത്. പൊൽത്തിടമ്പ് എന്ന വാക്ക് പിരിച്ചെഴുതുക. ഓപ്ഷൻ സി, പൊൻ പ്ലസ് തിടമ്പ്. നൽകിയിരിക്കുന്ന പദങ്ങളിൽ വേറിട്ട അർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ ഡി, പണ്ഡിതൻ. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.